വ്യവസായി മാമിയുടെ തിരോധാനത്തിൽ PV അൻവർ പങ്കെടുക്കുന്ന വിശദീകരണ യോഗം അല്പസമയത്തിനകം. മാമി തിരോധാൻ ആക്ഷൻ കമ്മിറ്റിയാണ് സംഘാടകർ. കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന യോഗത്തിൽ മാമിയുടെ കുടുംബവും പങ്കെടുക്കും. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ഈ യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇന്നലെ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണമൊക്കെ കേൾക്കാൻ. ഇന്നും ആ തരത്തിലേക്ക് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അനുജ, തീർച്ചയായും PV അൻവർ MLA നടത്തുന്ന ഈ പരിപാടിയിലും വലിയ ജനത്തിരക്കുണ്ടാകും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഇവിടേക്ക് മുതലക്കുളത്തെ ഈ മൈതാനിയിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ മുഹമ്മദ് ആട്ടൂരിന്റെ കുടുംബ അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാര്യയും അതുപോലെ തന്നെ മകൾ അദീബ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരൻ അബ്ദുള്ള, അതുപോലെ സഹോദരി റംല തുടങ്ങിയവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം അബ്ദുള്ള ചേരുന്നുണ്ട്. വലിയ ഒരു ഇടപെടലായി MLAയുടെ ഈ ഇടപെടൽ മാറുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഒരു സമയത്തിന് ഒന്നും അല്ലാതിരുന്ന ഈ ന്യൂസ് MLA വന്നതിന് ശേഷമാണ് ഇത്രയും ഒരു ഇത് വന്നത്. സഹോദരി റംല കൂടി ചേരുന്നുണ്ട്. ചോദ്യം കേട്ടില്ല. ഇപ്പോ MLA ഒരു നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണോ ഉള്ളത്? തീർച്ചയായിട്ടും. ഒരു വർഷവും 40 ദിവസമായിട്ട് മാമി മിസ്സായിട്ട് ഇപ്പൊ ഇന്ന് വരെ ആദ്യത്തെ 2ാമത്തെ ദിവസം ഉണ്ടായിരുന്ന അപ്ഡേറ്റ് അല്ലാതെ നമുക്കൊന്നും ഇതുവരെ കിട്ടിയില്ല. അപ്പം ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ മാമി കേസ് ലോക ശ്രദ്ധയിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുകയും ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമായുള്ള ഇടപെടലുകൾ ഉണ്ടാവാനും കാരണം തീർച്ചയായിട്ടും MLA സാറിന്റെ പരാമർശം തന്നെയാണ്. അപ്പം അത് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് ഈ കേസിന് അടുത്ത് തന്നെ ഒരു തുമ്പുണ്ടാവും എന്നുള്ളത് ആത്മവിശ്വാസം നമുക്ക് ഫാമിലിക്കുണ്ട്. അനുജ, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് മാമിയുടെ സഹോദരനും സഹോദരിയുമാണ്. അതുപോലെ തന്നെ മാമിയുടെ ഭാര്യ ഉണ്ട്, അതുപോലെ മക്കൾ ഉണ്ട്. പ്രധാനമായും ഈ വിഷയത്തിലൊക്കെ തുടക്കം മുതൽ തന്നെ വലിയ സജീവമായിട്ട് ഇടപെട്ട ഒരാൾ കൂടിയാണ് മകൾ അദീബ. അദീബ, ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ഉൾപ്പെടെ സമീപ നാളുകളായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതെ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ നല്ല രീതിയിൽ പോകുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ വിശദീകരണ യോഗത്തിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല തെളിവുകൾ ഉൾപ്പെടെ MLAയുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉൾപ്പെടെ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. MLA സാർ ഇന്നലെ പറഞ്ഞ കേട്ടിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വിശദീകരിക്കാമെന്ന്. അപ്പം നമുക്കറിയില്ല സാർ എന്താ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും സാറിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കണമല്ലോ അങ്ങനെ പറയുന്നത്. അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല, അന്വേഷണം നേരെ ചൊവ്വെ നടന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. തീർച്ചയായും ഉണ്ടായിരുന്നു. അവർ കാര്യങ്ങൾ അത്ര എഫിഷ്യൻ്റായിട്ട് തെളിവുകളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് CCTV ഒരു വിഷ്വൽസും ഇപ്പം ഈ ടൗണിൽ നിന്ന് മിസ്സായിട്ട് അത്രയും ആ ഡേ ഫുൾ പുറത്ത്, അന്ന് രാവിലെ ബീച്ചിലും പിന്നെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു വിഷ്വൽസും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം അത് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമല്ല, വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് എഫിഷ്യൻ്റായിട്ട് അവർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നിയിട്ടാണ് ഇപ്പം ക്രൈംബ്രാഞ്ചിന് കൊടുത്തത്. പല തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു, പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല എന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതെ, ചെയ്തിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കുന്ന നടപടിയൊക്കെ ഉണ്ടായി. മറ്റെന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ക്രൈംബ്രാഞ്ച് നമ്മൾ എല്ലാവരെയും നമുക്കറിയുന്ന എല്ലാവരെയും മൊഴിയൊക്കെ കൂടുതലും എടുത്തിട്ടുണ്ട്. അപ്പം അവർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതിൻ്റെ അടുത്ത് ഒരു സാറിനെ, എന്തായിരുന്നു സാറിൻ്റെ പേര്, വിക്രം സാറിനെ മാറ്റിയിരുന്നു എന്ന് പറഞ്ഞ് അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം അത് ഗവൺമെൻറ് അത് വിക്രം സാറിനെ ചേഞ്ച് ചെയ്തിരുന്നു നമ്മളോട് പിന്നെ അറിയാൻ കഴിഞ്ഞ. അപ്പം പിന്നെ അൻവർ സാറും പറഞ്ഞു. അപ്പം അതിലെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മാമിയുടെ ബന്ധു നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വിഷയത്തിൽ തുടക്കം മുതൽ നമ്മൾ ആ വീട്ടിൽ വരുന്ന വേളയിലൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നതാണ് ഈ അന്വേഷണമൊന്നും കാര്യക്ഷമമല്ലാത്തത് കൊണ്ടാണ് ഇത്രയേറെ നാൾ ഇത് നീണ്ടുപോയതെന്നുള്ളതാണ്. ഇപ്പോൾ MLAയുടെ ഇടപെടലോട് കൂടെ വീണ്ടും ഈ വിഷയം ചർച്ചയാവുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ വിശദീകരണ യോഗം ഉൾപ്പെടെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതീക്ഷകൾ? അന്വേഷണത്തിൽ തുമ്പുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ? MLAന്റെ ഇതോടുകൂടിയാണ് ഞങ്ങൾക്ക് ഇതിലൊരു ഇതുണ്ടായത്. ആൾക്കാർ അറിഞ്ഞതുമല്ലോ. അതുകൊണ്ട് MLA എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ MLA എന്താ പറയുന്നതെന്ന് നോക്കാം. പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ MLA പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കേസിനൊരു ഇളക്കുണ്ടായതും ആൾക്കാർ കൂടുതൽ അറിഞ്ഞതും. അപ്പോൾ MLAന്റെ വാക്കിന് വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. അനുജ, അതുപോലെ തന്നെ മാമിയുടെ ഭാര്യ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഈ
ഇപ്പോൾ MLA-യുടെ ഇടപെടൽ ഒരു വലിയ രീതിയിലേക്ക് വലിയ ചർച്ചയാവുന്നു. സ്വാഭാവികമായിട്ടും മാമിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. MLA പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അനുജ, വലിയ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാമിയുടെ സഹോദരനും സഹോദരിയും അതുപോലെ ഭാര്യ, മക്കൾ ഉൾപ്പെടെ ആ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം നിരവധി പേരാണ് മുതലക്കുളത്തെ ഈ മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിൽ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു വിധത്തിലും ഉള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നതും. എന്തായാലും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമായിരിക്കും പരിപാടി തുടങ്ങുക എന്നാണ് MLA അറിയിച്ചിരിക്കുന്നത്. 6:30 ശേഷം പരിപാടി തുടങ്ങും, വിശദീകരണ യോഗം തുടങ്ങും. അതിലേക്ക് നിരവധി പേർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. അനുജ, സമീർ, ഇതിൽ ഇന്നലെ നമ്മൾ കണ്ടത് പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളൊക്കെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ തരത്തിലേക്കുള്ളവരെ ഇന്നും അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? പ്രധാനമായും മാമി തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് താൻ സംസാരിക്കാൻ പോകുന്നതെന്ന് PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന ആളുകൾ അവർ ആരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാമി തിരോധാനമാണ് PV അൻവർ MLA പ്രധാനമായി പറയുക. എന്നിരുന്നാൽ കൂടി അദ്ദേഹം മറ്റ് തലങ്ങളിലേക്ക് കൂടി മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സ്വാഭാവികമായും ചർച്ച ചെയ്യും. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാമി കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടവരും, അതായത് അവരുടെ കുടുംബം, അതുപോലെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി, അതുകൂടാതെ നിരവധി പേരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉൾപ്പെടെ പല വിഷയങ്ങളും അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ADGP-ക്കെതിരെയും ഒക്കെ വിവിധ തലങ്ങളിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേ തലങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ CPIM-ന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോ എന്നല്ല, മറ്റ് തലങ്ങളിലുള്ളവരെല്ലാം തന്നെ ഈ വിഷയം കേൾക്കുന്നതിനും എന്തൊക്കെയാണ് അൻവറിന്റെ ഭാവിയിലുള്ള നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കാണുന്നതിനും അറിയുന്നതിനും അൻവറിനെ കാണുന്നതിനും ഒക്കെ ആയിക്കൊണ്ട് നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടെയല്ല പലരും ഇങ്ങോട്ട് എത്തുന്നത്. അൻവറിന്റെ ഈ മാമി വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അൻവർ ഇപ്പോൾ നാട്ടുകാർ ജനങ്ങൾ ഇഷ്ടത്തോടു കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ് എങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിലപാട് അദ്ദേഹത്തെ അത്തരത്തിലുള്ള വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായതാണ്. അത്തരം കാഴ്ചപ്പാടുകളൊക്കെ നിലനിൽക്കുമ്പോൾ മാമി കേസിനപ്പുറം അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലയിലുള്ളവരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ജനനിബിഡമാകും ഇവിടം എന്നതിൽ സംശയമില്ല. ഇപ്പോൾ 6:15 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 20 മിനിറ്റിനകം പരിപാടി തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്ക്, അതായത് തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളിലൊക്കെയുള്ള ആളുകളെല്ലാം തന്നെ നമസ്കാരത്തിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തുക എന്നാണ് MLA-യും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴേക്ക് വിവിധ മേഖലയിലുള്ള നിരവധി പേർ ഇവിടെ എത്തുമെന്നതിൽ സംശയമില്ല. സ്വാഭാവികമായിട്ടും CPIM-നെതിരെ കടന്നാക്രമിക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കുന്നു, അതുപോലെ തന്നെ ADGP-ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ MLA ഉന്നയിക്കുന്നു. അതിന്റെയൊക്കെ ഒരു തുടർച്ച ഇന്ന് ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമീർ, ഇന്നിപ്പോൾ ഈ പാർട്ടിയുമായി ബന്ധമുള്ളവരെയൊക്കെ അവിടെ ഓഡിയൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ നമ്മൾ ആ തരത്തിലേക്കുള്ളവർ അവരുടെ പ്രതികരണമൊക്കെ നൽകിയതാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ളവരെ, പാർട്ടി മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ അവിടെ വന്നിരിക്കുന്നവരെ നമ്മൾ കണ്ടതാണ്. ഇന്നും അങ്ങനെയുള്ളവരുണ്ടോ അവിടെ? നിലവിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചയിലേക്ക് നമുക്ക് എത്താൻ ആവുന്നില്ല. അതായത് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജനക്കൂട്ടത്തെ അല്ല നമുക്കിവിടെ കാണാനാവുന്നത്. സ്വാഭാവികമായും അല്പം കഴിയുമ്പോഴേക്ക് അൻവർ എന്ത് പറയുന്നു എന്നറിയാൻ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ പാർട്ടിയിലെ ഭാരവാഹിത്വമുള്ള അംഗത്വമുള്ളവരൊക്കെ തന്നെ എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ വന്നിരിക്കുന്നത് മാമിയുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്നവരും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടവരും അതോടൊപ്പം ആക്ഷൻ കമ്മിറ്റിക്കൊപ്പം മറ്റ് തലങ്ങളിലുള്ള ആളുകൾ കൂടി, അതായത് ഈ കുടുംബാംഗങ്ങളോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് ഇവിടെയുള്ളത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഹമീദ്. ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസി, എൻ്റെ ആത്മസുഹൃത്തുമായിരുന്നു മാമി മുഹമ്മദ്. ചെറുപ്പകാലത്തേയുള്ള ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ അവൻ്റെ തിരോധാനത്തിൽ എന്തെങ്കിലും ഒരു വിവരമാവോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇത്രയും കാലമായിട്ട് 13 വർഷമായിട്ട് നമ്മുടെ കേരള പോലീസ് ലോകത്ത് തന്നെ നല്ല പോലീസാണെന്ന് പറയുന്നത്. ഇതുവരെക്കും മാമിയുടെ കാര്യത്തിലൊരു തീരുമാനം കേരള പോലീസിനായിട്ടില്ല. അതിൽ ആണ്
ഇന്നത്തെ ഈ പ്രധാന പരിപാടി കേസിൽ ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് PV അൻവർ കടക്കും. അല്പസമയത്തിനകം ആ യോഗം കോഴിക്കോട് മുതലക്കുളത്ത് ആരംഭിക്കും. അങ്ങോട്ടേക്ക് അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആളുകളുണ്ട്. ഒപ്പം തന്നെ മാമിയുടെ കുടുംബാംഗങ്ങളും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്.